എല്ലാരും അന്വേഷിച്ച് വന്നേ കേട്ടോ. നിങ്ങളേതാ കോഴ്സ് യൂണിഫോം? അവനോട് താടിക്കാൻ അച്ഛനെ ഇതാ വേണം. Thank you, sir. Let's now proceed to the most awaited moment of the day. We are honored to have Shri Shafi Karambil, Member of Parliament, amongst us today. With all respect, sir. ഗുഡ് ഈവനിങ്. എനിക്ക് പ്രായമായതുകൊണ്ട് പഴയ പോലെ ചെവി കേൾക്കുന്നില്ല. ഗുഡ് ഈവനിങ്. ഞാനേ ഫോർമൽ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാണ്. എനിക്കിവിടെ വരാൻ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ അതിനേക്കാൾ സന്തോഷമുണ്ട്. എനിക്ക് KMCT ബന്ധം ഇപ്പം വടകരയിലെ MP ആയപ്പോൾ തുടങ്ങിയൊരു ബന്ധമല്ല.
പാലക്കാട്ടെ MLA ആയപ്പോൾ തുടങ്ങിയ ബന്ധമല്ല. എന്റെ പെങ്ങള് KMCT-യിലാണ് പഠിച്ചത് എന്നുള്ളത് ഞാൻ പറയാനാണ്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് അറിയാം, പക്ഷെ ഇപ്പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ സാധ്യതയില്ല. 2010 മുതൽ 14 വരെ എഞ്ചിനീയറിംഗ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇവിടെ KMCT ഗ്രൂപ്പിൽ ആങ്കർ മറ്റേ പറയാൻ വിചാരിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ KMCT കോളേജിലാണ് പഠിച്ചത്. അപ്പം അന്ന് ഈ പദവിയൊന്നും കിട്ടിയില്ല. 2010 ഞാൻ 11 MLA ആവും. 15 KSU എല്ലാ സംസ്ഥാന പ്രസിഡന്റായി 9. അപ്പം ആ സമയം തൊട്ട് കാണുന്ന അറിയുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ നവാസ് ഡോക്ടറെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വിളിക്കും. ഞാൻ പിന്നെ പരമാവധി ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇവിടുന്ന് ഓരോ ആവശ്യമായിട്ട് എനിക്ക് വിളി വരുമ്പോൾ ഞാൻ നേരെ അതങ്ങോട്ട് 9895 ഞാൻ അങ്ങോട്ട് തിരിച്ചു വിടും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വടകരയിലേക്ക് ഒരു ഷിഫ്റ്റ് എനിക്ക് വന്നത്. അതൊരു ട്രാൻസ്ഫർ ആയിരുന്നു. രാത്രി 10 മണിക്ക് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കോള് വരുന്നത്, നാളെ വടകര പൊയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. വളരെ പെട്ടെന്നുണ്ടായ മാറ്റമാണ്. പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ ഇടയിൽ പിന്നെയും ഇപ്പൊ ഇവിടെയുള്ള പരിചയമുള്ള പഴയ കോണ്ടാക്ട്സിനൊക്കെ വിളിക്കുമ്പോൾ KMCT എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒട്ടുമിക്ക വേരുകളും വടകരയിലാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ ബന്ധുവീട്ടിൽ കിടക്കാൻ ഞങ്ങളുടെ കൊയിലാണ്ടി ചെയർമാൻ പ്രിയപ്പെട്ട മഠത്തിലിനെ ഞങ്ങൾ പരിചയപ്പെട്ടവർ തമ്മിലുള്ള ബന്ധം കൂടെ അറിയും. അപ്പൊ അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും കുറെ വടകരക്കാരുണ്ട്. ഇലക്ഷൻ നിൽക്കുന്നത് പിന്നെ ജയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പം ഇവരോടൊക്കെ സംസാരിച്ചു. കുറെ ആൾക്കാരുടെ സഹായമൊക്കെ ഉണ്ടാവണം, വോട്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ വോട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അത് ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ വിളിച്ചു, ബാക്കി റിലേറ്റീവ്സ്, ഫാമിലി അവരെല്ലാവരെയും വിളിച്ചു. അപ്പൊ അതൊക്കെ കുറെ കണക്ട് ചെയ്ത് കിട്ടി. അത് കഴിഞ്ഞിപ്പോ ഇവിടെ വന്നപ്പം പിന്നെ ഒരുവിധം വടകരക്കാരുടെ ചരിത്രമൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ മുരളീധരനെ കൂടെ പരിചയപ്പെടുന്നത്. അമ്മ ചോദിച്ചപ്പോ ആളുടെ വീട് വടകര പുറമേരിയാണ്. ആളുടെ അമ്മയുടെ അച്ഛന്റെ വീട്, അച്ഛന്റെ അമ്മയുടെ വീട് ആയഞ്ചേരിയാണ്. അതൊക്കെ വടകര തന്നെയാണ്. അപ്പം കുറെ വടകരക്കാരുണ്ട്. വന്നത് വണ്ടി പൈസ നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജോക്സ് അപ്പാർട്ട്, ഇവിടെ ഇപ്പൊ നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ ഇനീഷ്യേറ്റീവ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബ്, അത് എത്രത്തോളം നെസസിറ്റി ആണ് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യം വന്നിട്ടുള്ള ഒരാളാണ്. എന്റെ കൂടെ പാലക്കാട് മണ്ഡലം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാസർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഞങ്ങൾ പാലക്കാട് ഞാൻ എന്റെ കൗരത്തിലെ വർഷം മുമ്പ് ഞങ്ങൾ ഏതാണ്ട് സെയിം ഏജ് ഗ്രൂപ്പാണ്. സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ് പുള്ളി. വളരെ എനർജറ്റിക് ആണ്. പിന്നെ എന്നെക്കാളും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ സെയിം ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫിസിക്കലി കുറച്ചും കൂടെ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ആളും ആളുടെ മോളും കൂടെ കോയമ്പത്തൂരിൽ ബൈക്കിൽ ഒരു ആവശ്യത്തിന്, പാലക്കാട് കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ മാറ്റർ ഓഫ് ഫ്യൂ മിനിറ്റ്സ്. അപ്പൊ ബൈക്കിൽ ഒരു ആവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ഒരു അൺഈസിനെസ് തോന്നി. വണ്ടി അവിടെ നിർത്തി മോളെ ബൈക്കിൽ ഇറക്കി ആ സൈഡിൽ നിർത്തി സഡൻലി അവർക്ക് അങ്ങനെ വീഴുക. അപ്പൊ ഇത് ബോർഡർ കടന്നിട്ടാണ്. ഇയാൾ ആരാണോ എന്താണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ സൗത്ത് മണ്ഡലം നാസർ. അപ്പം പിന്നെ അവിടെയുള്ള ആൾക്കാർ കൂടി ഈ ഒരു ചെറിയ പെൺകുട്ടി മാത്രമേ കൂടെ ഉള്ളൂ. അവരടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഈ കുട്ടീനെ അവിടെ ഹോസ്പിറ്റലിന്റെ പുറത്തൊരു മേശപ്പുറത്ത് ഇരുത്തി ആളെ ആദ്യം കൊണ്ടുപോയിട്ട് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുട്ടികൾ അച്ഛന്റെ ഫോണ് പിന്നെ പെട്ടെന്ന് തുറക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഈ ആരോ ഒരാൾ പോക്കറ്റിൽ ഫോൺ എടുത്തിട്ട് മോളെ കൊടുത്തപ്പോ മോൾ അത് തുറന്നു കൊടുത്തു. നമ്മള് ലോക്ക് വൈഫിന് അറിയില്ലെങ്കിലും കുട്ടികൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇത് തുറന്നു കൊടുത്തിട്ട് അതിൽ വരുന്ന ഫോൺ കോൾ വെച്ചിട്ട് ചിരിച്ചവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയാള് മറ്റേ ഇത് തുറന്നു വെച്ചപ്പം ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ വരുന്നു. പക്ഷെ ഇപ്പോഴും ഞാനിത് സംസാരിക്കുമ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷത്തോളമായി ഇത് സംസാരിക്കുമ്പോഴും ഇസ് നോട്ട് ബാക്ക് ഫുള്ളി. ഇപ്പോഴും പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല, സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. ഫിസിക്കൽ മൂവ്മെന്റ്സ് ഓൾമോസ്റ്റ് നില്ലാണ്. കുറച്ചൊക്കെ തെറാപ്പിയൊക്കെ ചെയ്ത് കുറച്ച് മുമ്പോട്ട് വന്നെങ്കിൽ പോലും എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾ, അവർക്ക് 2-3 കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി വലിയ ക്രൈസിസിനെ നേരിടുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മള് ഹെൽത്താണ് ഏറ്റവും പ്രധാനം എന്ന് പറയുമെങ്കിൽ അതിന്റെ വേറൊരു മീനിങ് ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ
ഡിപ്പെൻഡൻസി പരമാവധി കുറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ലൈഫിൽ വേറെ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഫിസിക്കൽ മെഡിസിൻ അല്ലെങ്കിൽ റിഹാബ് സെന്റർ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് സംതിങ് ബിയോണ്ട് ട്രീറ്റ്മെന്റ്. ഒരു ട്രീറ്റ്മെന്റിന്റെയോ രോഗം ഭേദമാക്കുക എന്നുള്ള കൺസെപ്റ്റിനും അപ്പുറത്തേക്ക് ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ് ഇസ് സംതിങ് ദാറ്റ് റീസ്റ്റോർ ഇൻഡിപെൻഡൻസ്. മനുഷ്യന്റെ മൂവ്മെന്റ്സിനുള്ള സ്വാതന്ത്ര്യത്തെ തിരികെ കൊണ്ടുവരുന്ന ഒരു മഹത്തായ കാര്യമാണ് ഈ പറയുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബ് എന്ന് അനുഭവം കൊണ്ട് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ തുടങ്ങാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ പ്രാധാന്യം അതും കൂടുതലാണ്. കാരണം അതിന്റെ നേരത്തെ ഇവിടെ പിന്നെ ഡോക്ടർ ഹഫീസ ഈ ടാബ്ലറ്റ് എന്ന് പറഞ്ഞത് ഭയങ്കരமான ഫാമിലി നെയിമാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലി നെയിം ഭയങ്കര. അപ്പം മറ്റേ ഡോക്ടർ ഇവിടെ പറഞ്ഞ പോലെ ഇതിന്റെ ആളുകൾക്ക് പലയിടത്തും ആക്സസ് ഇല്ല. പിന്നെ ആളുകൾക്ക് പലയിടത്തും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇതിന്റെ ആവശ്യം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ പ്രൊജക്ഷൻസ് പറയുന്നത് ബൈ 2050 our aging population will be 300 million. ബൈ 2050 ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 300 million എന്നാണ് പറയുന്നത്. 300 million എന്ന് പറയുമ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, എത്രത്തോളം ഇതിന്റെ നെസസിറ്റി നമുക്ക് ഉണ്ടാവുമെന്നുള്ളത്. ഇത് അതർ പാർട്ട് ഏജിംഗ് പോപ്പുലേഷൻ മാത്രമല്ല, ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ട്രോക്കും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ എണ്ണവും നമ്മുടെ ടോട്ടൽ ഡെത്തിന്റെ 63% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിംഗ് ഡയബറ്റീസ്, സ്ട്രോക്ക്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ. അപ്പം അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇപ്പൊ കണ്ടുവരുന്നത് പോസ്റ്റ് കോവിഡ്, എനിക്ക് യു മേ ഡിഫർ, ഞാൻ അസംബ്ലിയിൽ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ എനിക്ക് മിനിസ്റ്റർ മറുപടി തന്നത് ഇത് സയന്റിഫിക്കലി നോട്ട് പ്രൂവൺ എന്നുള്ളതാണ്. ബട്ട് വാട്ട് വി സീ അറൌണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യത്തിൽ പോസ്റ്റ് കോവിഡ് ഒരുപാട് ചെറുപ്പക്കാർക്കിടയിൽ ഈ പറയുന്ന ന്യൂറോ ഇഷ്യൂസ് കടന്നു വരുന്നുണ്ട്, കാർഡിയോ ഇഷ്യൂസ് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഇതൊരു ഏജിംഗ് പോപ്പുലേഷന് വേണ്ടി മാത്രം വരുന്ന ഒരു കാര്യമായിട്ട് മാറുന്നില്ല. ഇതിപ്പോ നമുക്കിടയിൽ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ വേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ലൈഫിൽ ഉണ്ടാകുന്ന ഇത്തരം ഇൻസിഡന്റിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ സയന്റിഫിക്കലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പ്രിമിറ്റീവ് സ്റ്റേജസിൽ നിന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരുന്ന ഒരു സമയത്താണ് KMCT ഇത്തരം ഒരു ഇനീഷ്യേറ്റീവുമായി രംഗത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തെ റിപ്പീറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു റീസ്റ്റോറിംഗ് ഇൻഡിപെൻഡൻസ്. ആ നിലക്ക് ഇതൊരു സോഷ്യൽ കോഴ്സ് ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്, അതിനെ കൊണ്ടുവരുന്നതിന്, അതിനെല്ലാ സൗകര്യങ്ങളും അതിന് ടെക്നോളജിയായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്നോളജി ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ VR-ഉം AR-ഉം ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഒക്കെ കടന്ന് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരുമ്പോൾ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസസിലേക്ക് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. അപ്പം BCIയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ദിസ് ഹാസ് ഗോട്ട് സോ മച്ച് തിങ്സ് ടു ഡു. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ആളുകളുടെ ഒരു റോബോട്ടിക് അസിസ്റ്റഡ് മൂവ്മെന്റ്സിന് ഇപ്പം പറയുന്നത് എനിക്ക് കൈ അനക്കണം എന്നുള്ളത്, ഞാൻ ബ്രെയിൻ ചിന്തിക്കുമ്പോൾ എനിക്ക് കൈ അനക്കാൻ കഴിയാതെ പോകുന്നത് ഫിസിക്കൽ ഇന്നബിലിറ്റിയാണ്. ബട്ട് അതിന് ടെക്നോളജി ഇപ്പം ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസസ് കണക്ട് ആകുമ്പോൾ മൂവ് ചെയ്യണം എന്നുള്ളത് ബ്രെയിൻ പിന്നെ സ്റ്റീഫൻ ഹോക്കിൻസ് ഒക്കെ പറയുന്ന സാധനങ്ങൾ മൂവ് ചെയ്യണം എന്ന് ബ്രെയിനിൽ ആഗ്രഹം തോന്നുമ്പോൾ അത് റോബോട്ടിക് അസിസ്റ്റൻസോട് കൂടി മൂവ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറേണ്ടി വരുമ്പോൾ ഈ ഏരിയ അത് അനന്തമായ സാധ്യതകളാണ് നമ്മുടെ മുമ്പാകെ തുറന്നിടുന്നത്. അപ്പൊ അതിന് റിസർച്ച് വേണം, അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾ വേണം, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണം, പ്രൊഫഷണലായി അതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾ വേണം, അവിടെ പഠിക്കുന്നവർ വേണം, ട്രീറ്റ് ചെയ്യുന്നവർ വേണം. ആ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിലുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ഓൺ എ സ്ലോ പേസ്, അത് അംഗീകരിച്ചേ പറ്റും. നമ്മൾ പ്രൈമറി കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ കുറെ മുമ്പോട്ട് പോയെങ്കിലും ഈ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഗവൺമെന്റ് ഇന്റർവെൻഷൻസും ഗവൺമെന്റ് സെന്റേഴ്സും ഗവൺമെന്റ് ഫെസിലിറ്റീസും ഒക്കെ വളരെ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ ആ വാക്കിനെ ഞാനും അടിവരയിടുന്ന സ്റ്റേജിലാണെന്ന് അറിയാം. പിന്നെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇന്ന് ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കാനും ആളുകൾക്ക് കഴിയാതെ വരുമ്പോൾ ഇൻഷുറൻസിന്റെ ബാക്കപ്പും വേണം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ
പിന്നെ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വളരെ കുറവാണോ എന്നുള്ളത് ഇവിടെ പറയുന്ന ആ ഒരു കാര്യത്തിന് അതൊരു ജെനുവിൻ കൺസേൺ ആയി നോക്കിക്കാണുന്നു. ലഭ്യമായ അവസരങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരിൽ എന്റെ ശബ്ദം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതും ഈ സംഗമത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരംഭത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിയുന്നില്ല. അതിയായിട്ടുള്ള സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. മൊയ്തു ഡോക്ടർ 1968 തുടങ്ങി വെച്ചൊരു സ്ഥാപനം അതിന്ന് വളർന്നു പടർന്നു പന്തലിച്ചു തന്നെ പറയാം. 22 ഇൻസ്റ്റിറ്റ്യൂട്ട്സും 7000-ലധികം കുട്ടികളുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് അതിവിടെ മാത്രം എത്രയോ കൂടും. അപ്പൊ അതിനെയൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. അത് ഉള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവുക എന്നതാണ്. ഇപ്പം അന്നത്തെ കാലത്ത് അത്രയും പോയി പഠിച്ച കാര്യമൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു. നിങ്ങൾക്കും നമുക്കൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് അതാണ്. അതങ്ങനെ വരുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പൊന്തൂവലും കൂടിയായി ഈ സ്ഥാപനവും മാറട്ടെ. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അലോങ് വിത്ത് അവരുടെ ഫാമിലി. എനിക്ക് പിന്നെ ഡോക്ടർ ഷാഹിൽ മൊയ്തു, അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഗ്രൂപ്പിന്റെ. ഈ പറഞ്ഞതുപോലെ നമുക്കുണ്ടാവുന്ന സെറ്റ് ബാക്കുകൾ ഫോർ വാട്ട് എവർ റീസൺ അതിന്റെ മുമ്പിൽ തളരുകയും അതിന്റെ മുമ്പിൽ നമ്മുടെ ജേണി എൻഡ് ചെയ്യുകയല്ല, അതിനെ അതിജീവിച്ച് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കാണിക്കുന്നത്. അപ്പം ഗോ ബിയോണ്ട് യുവർ ലിമിറ്റ്സ്, ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ്. നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നെങ്കിലും, ഏത് പാഷൻ നിങ്ങൾ പിന്തുടരുന്നെങ്കിലും, ഏത് ഡ്രീം നിങ്ങൾ കാണുന്നെങ്കിലും അച്ചീവ് അതിന്റെ പുറകിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. കീപ് ഗോയിങ്. ചെറിയ സെറ്റ്ബാക്സും തിരിച്ചറികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ അതിന്റെ മുമ്പിൽ തളരരുത്. ലോങ് വേ ടു ഗോ. ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് ഒത്തൊരുമിച്ച് സഞ്ചരിക്കാം. ഹാപ്പി ടു മീറ്റ് യു ഓൾ. നിങ്ങളുടെ പുതിയ ഹാളും മനോഹരമായിരിക്കുന്നു. അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പറയാനുള്ളത്, ഈ പരിപാടി അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറീന എൻ്റെ അനുജന്റെ മകൾ കൂടിയാണ്. ഫാർമസി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ്. Thank you.